തിരുവനന്തപുരത്ത് സൗജന്യ യാത്ര എന്ന കോൺഗ്രസ് വാഗ്ദാനം ലംഘിച്ചതിനെതിരെ പ്രതിഷേധിച്ച് മഹിളാ മോർച്ച KSRTC ബസ് സ്റ്റാൻഡിലും ബസ്സിലും കയറിയാണ് പ്രതിഷേധത്തെ തുടർന്ന് KSRTC അധികൃതർ സൗജന്യ ടിക്കറ്റ് നൽകി. ശ്യാമപ്രസാദ് ഉണ്ട് പ്രതിഷേധം നടക്കുന്ന ബസ്സിൽ നിന്നും. ശ്യാം, നേരത്തെ അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു ആ പ്രതിഷേധം ആരംഭിച്ചത്. ഇപ്പോഴും അത് അവിടെ തുടരുകയാണോ? എന്തൊക്കെയാണ് മറ്റു വിശദാംശം? ഗൗതം, സൗജന്യ യാത്രയിൽ കോൺഗ്രസ് നടത്തിയത് വാഗ്ദാന ലംഘനമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഔദ്യോഗികമായ ഉദ്ഘാടനമായിരുന്നു സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. വിപുലമായ അല്ലെങ്കിൽ ടെർമിനലിന് മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനം. പ്രവർത്തകരുടെ എല്ലാം തന്നെ പ്രതിഷേധ പ്രകടനം ഇങ്ങോട്ടേക്ക് ബസ്സിലേക്കും നീണ്ടത്. പ്രതിഷേധം പ്രധാനമായും നീണ്ടത് സ്ത്രീകളടക്കമുള്ളവർക്ക് സൗജന്യ യാത്ര അത് അനുവദിക്കുക എന്ന ആവശ്യം തന്നെയായിരുന്നു ഉന്നയിച്ചത്. പിന്നീട് ഈ പ്രകടനത്തിനും പ്രതിഷേധത്തിനും ശേഷം മിനിറ്റുകൾക്കകം തന്നെ സൗജന്യ യാത്ര KSRTC അനുവദിക്കുന്ന തരത്തിലേക്കായിരുന്നു പ്രഖ്യാപനം നീളുകയും ചെയ്തത്. എന്തായാലും KSRTCയിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിഷേധം ഫലം കണ്ടിരിക്കുന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം തുടക്കത്തിൽ തന്നെ ഫലം കണ്ടിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധം അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമായിരുന്നു മഹിളാ മോർച്ച അധ്യക്ഷ കൂടിയായ നവ്യ ഹരിദാസ് തമ്പാനൂർ ജംഗ്ഷനിൽ നിന്ന് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലൂടെ ആരംഭിച്ചത്. എന്തായാലും സൗജന്യ യാത്ര തുടക്കത്തിൽ തന്നെ സൗജന്യ ടിക്കറ്റ് നൽകിക്കൊണ്ട് തന്നെയായിരുന്നു ആ യാത്ര. അങ്ങനെ പ്രതിഷേധം തുടക്കത്തിൽ തന്നെ ഫലം കണ്ടിരിക്കുന്നു അല്ലേ? അതെ, പ്രതിഷേധം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലേറിയോ എന്നുള്ളതാണ്. അധികാരത്തിൽ പോലും ഏറുന്നതിന് മുൻപ് ചപലമായിട്ടുള്ള വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നൽകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 15-ാം തീയതി സൗജന്യ യാത്ര നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നത് സിറ്റിംഗ് MP ആയിട്ടുള്ള ശ്രീ KC വേണുഗോപാലും അതോടൊപ്പം തന്നെ പാലക്കാട് നിന്ന് വിജയിച്ചിട്ടുള്ള ശ്രീ രമേശ് പിഷാരടി അടക്കമുള്ള ആളുകൾ KSRTC ബസ്സിൽ കയറി സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള വാക്കാണ്. ആ വാക്ക് നൽകുമ്പോൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന, പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ മാത്രമേ പൊതുജനങ്ങൾക്ക് മുൻപിൽ വെക്കാവൂ. രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ഒരു ഇലക്ഷന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ശരി, നടപ്പിലാക്കാൻ സാധിക്കാത്ത വാഗ്ദാനങ്ങൾ കോൺഗ്രസ് ഇനി മുതൽ വയ്ക്കരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞങ്ങളുടെ ഈ സമരം. ശക്തമായ പ്രതിഷേധം, വളരെ ശക്തമായ പ്രതിഷേധമായിരുന്നു. അവർ പറഞ്ഞിട്ടുള്ളത് മെയ് 15 മുതൽ സ്ത്രീകൾക്ക് വിനോദയാത്രയ്ക്കായാലും തീർത്ഥാടനത്തിനായാലും അമ്പലങ്ങളിൽ പോകാൻ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് KSRTCയിൽ മെയ് 15 മുതൽ സൗജന്യമായി യാത്ര ചെയ്യുന്നതാണ് KC വേണുഗോപാലും നമ്മുടെ ഇപ്പോൾ നിയുക്ത MLAയുമായിട്ടുള്ള ശ്രീ രമേശ് പിഷാരടിയും അടക്കമുള്ളവർ ബസ്സിൽ കയറി എന്ന് വാക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാക്ക് പാലിക്കാൻ സാധിക്കുമോ 15-ാം തീയതിക്ക് അകം എന്നുള്ളത് അവർ ചിന്തിക്കണമായിരുന്നു. അവർക്കത് തീർച്ചയായിട്ടും 15-ാം തീയതി സാധിക്കുമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് മന്ത്രിസഭ രൂപീകരിച്ച് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ അവർക്ക് 15-ാം തീയതി ഇത് നടപ്പിലാക്കാമായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു സാഹചര്യമല്ല നമ്മൾ കണ്ടത്. അവർ അനിശ്ചിതത്വത്തിലൂടെ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വൈകുകയും ഈ വാഗ്ദാനം പാലിക്കപ്പെടാനുള്ള സാധ്യത ഇല്ലാതാവുകയാണ് ചെയ്തത്. അതിനെതിരെയായിരുന്നു ഞങ്ങളുടെ പ്രതിഷേധം. ഈ പ്രതിഷേധം തുടക്കത്തിൽ തന്നെ ടിക്കറ്റ് എടുക്കാതെ നിങ്ങൾക്ക് KSRTC സൗജന്യ യാത്രാ ടിക്കറ്റ് നൽകിയിരിക്കുന്നു. സൗജന്യ യാത്രാ ടിക്കറ്റ് തുടക്കത്തിൽ തന്നെ നൽകിയിരിക്കുന്നത് ഞങ്ങൾ നൽകിയതല്ല, ഞങ്ങൾ നടത്തി എടുപ്പിച്ചതാണത് ഇവിടെ. അല്ലാതെ അവർ നൽകാൻ തയ്യാറായിരുന്നില്ല. അവരിപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തില്ല, അത് ഇതെന്നൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തോ ഇല്ല എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമുക്ക് സൗജന്യ യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ സൗജന്യ യാത്ര തന്നിരിക്കും.